നമസ്കാരം. കോടതികളെ ആര് ചോദ്യം ചെയ്താലും അത് കോടതി അലക്ഷ്യമാണ്. അത് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ രാജ്യത്തെ ഒരു പൗരനും കൂടാത്തതാണ്. കോടതിയോട് വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയിൽ തന്നെ പരിഭവിക്കാം, പരാതിപ്പെടാം എന്നല്ലാതെ കോടതികളുടെ വിധികളെ പരസ്യമായി ചോദ്യം ചെയ്യുന്നത് രാജ്യത്തെ ഒരു പൗരനും മാതൃകയാക്കാവുന്നൊരു നടപടിയല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ മറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടാണ്. എങ്ങോട്ടാണ് രാജ്യം പോകുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചോദിക്കാൻ എന്താ കാര്യം എന്ന് പറയാം. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഇന്ത്യയിലെ ഗവർണർമാരെയും ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെയും ഒക്കെ സുപ്രീം കോടതി ഭരിക്കാൻ തുടങ്ങിയാൽ എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിനേക്കാൾ വലിയ സൂപ്പർ പാർലമെൻറ്റാണോ സുപ്രീം കോടതി എന്നാണ് ഒരു ചോദ്യം. ജനാധിപത്യത്തിന് മേൽ ന്യൂക്ലിയർ മിസൈലുകളായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധികൾ പതിക്കുന്നത്. ജഗദീപ് ധൻകർ സാധാരണഗതിയിൽ വളരെ പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്താണ് എന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സുപ്രീം കോടതി അതിൻ്റെ പണി ചെയ്യുന്നു എന്നതാണ് കാരണം. ഏതാണ്ട് ഇതിന് സമാനമായ പ്രസ്താവന നമ്മുടെ ഗവർണർ നേരത്തെ നടത്തി. നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ ഈ വിധിയെ, സുപ്രീം കോടതിയുടെ ഒരു വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമീപകാലത്ത് രംഗത്ത് വന്നു. മറ്റൊരു ഗവർണർ ഇന്നലെ മറ്റൊരു ഗവർണർ, കേരളത്തിൽ നിന്ന് പോയ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും ഏതാണ്ട് ഇതേ പ്രസ്താവന, സുപ്രീം കോടതി നിലവിട്ട് പെരുമാറുന്നു, സുപ്രീം കോടതി മര്യാദക്ക് പെരുമാറണം, സുപ്രീം കോടതിക്ക് അച്ചടക്കം വേണം എന്ന മട്ടിൽ നമ്മുടെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രപതി മാത്രം ആ അർത്ഥത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. രാഷ്ട്രപതിക്ക് താഴെയുള്ള എല്ലാവരും, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, അവരൊക്കെ ഏതാണ്ടൊരു കോറസ് പോലെ നമ്മുടെ സുപ്രീം കോടതിക്കെതിരായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങോട്ടാണ്? നമ്മളും ചോദിക്കുന്നത് അത് തന്നെ. ജഗദീപ് ധൻകർ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്നവരൊക്കെ സുപ്രീം കോടതി വിധികളെ ചോദ്യം ചെയ്യാൻ പോയാൽ എങ്ങോട്ടാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക് എന്ന ചോദ്യം തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. എന്താ സംഭവിച്ചത്? ഇത്രയേറെ കോലാഹലം ഉണ്ടാക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഈ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി സുപ്രീം കോടതിയുടെ വിധി വന്നു. ഏതായിരുന്നു കേസ്? തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കൂട്ടരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറായി കേന്ദ്ര ഗവൺമെൻറ് അയച്ച ഗവർണർക്കെതിരായി, കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരാളാണ് RN രവി അവിടുത്തെ ഗവർണറെ വിദ്യാഭ്യാസ മാനദണ്ഡപ്രകാരം നിയമിക്കുന്നതല്ല, രാഷ്ട്രീയ മാനദണ്ഡപ്രകാരം നിയമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ് ഗവർണർ. അതിനാരും എതിരല്ല. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരെ നിയമിച്ചാലും നമ്മൾ സഹിച്ചോളും. പക്ഷേ മര്യാദ വിട്ടും നിലവിട്ടും പെരുമാറാൻ തുടങ്ങുമ്പോൾ അതൊരു വലിയ തലവേദനയായിത്തീരും. അത് കഴിഞ്ഞ കാലങ്ങളിൽ കുറേയേറെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അനുഷ്ഠിച്ചിരുന്ന ആ പണിയാണ്. കേന്ദ്രത്തിൻ്റെ ഏജൻ്റായി വന്ന് ഇവിടെ ഗവർണറായിട്ട് വന്നിരുന്നു. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ശരിയോ തെറ്റോ ആവട്ടെ, ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ഇവിടെ പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷത്തെക്കാളും വലിയ പ്രതിപക്ഷമായി, സൂപ്പർ പ്രതിപക്ഷമായി ഗവർണർ വർത്തിക്കുന്ന കാഴ്ച കേരളത്തിലുണ്ടായി. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലും. ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്ന പണി ഗവർണർ ഏറ്റെടുക്കുക. ഇത് തന്നെയാണ് ബംഗാളിൽ CV ആനന്ദബോസ് മമതാ ബാനർജിക്കെതിരായി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് ജമ്മു കാശ്മീരിലും നടന്നുകൊണ്ടിരുന്നത്. ഇത് ഇങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള പാർട്ടികൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവരൊക്കെ ഈ തരത്തിൽ ഗവർണർമാർ ആ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് എതിരായി നിലപാടെടുത്തു. ഇത് നിലപാട് കൊണ്ട് മാത്രം തീരുന്ന കാര്യമല്ല, നിയമ നടപടികളെ അത് ബാധിച്ചു. ഒരു അസംബ്ലി പാസാക്കി അയക്കുന്ന നിയമങ്ങൾക്കുമേൽ ഗവർണർമാർ അടയിരിക്കാൻ തുടങ്ങി. മാസങ്ങളോളം, വർഷങ്ങളോളം. തമിഴ്നാട് എല്ലാ ഗതിയും വിട്ടപ്പോൾ കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി, ഹൈക്കോടതിയിൽ പോയി, വിധി വന്നു, ഒക്കെ കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ തിരിച്ചയച്ചു, ചിലതൊക്കെ ഒപ്പിട്ടയച്ചു. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തലവേദന തീർത്തത്. ഒടുവിൽ ഗതികെട്ട് അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെൻറ് മറ്റൊരു സംസ്ഥാനത്തേക്ക്, ബീഹാറിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളം അങ്ങനെ രക്ഷപ്പെട്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം വന്ന ആർലേക്കറും ഏതാണ്ട് ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അത്രത്തോളം അഗ്രസീവായ നിലപാടെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹവും ഈ സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്തു. ഏതാ വിധി? RN രവിക്കെതിരായി MK സ്റ്റാലിൻ്റെ ഗവൺമെൻറ് കൊടുത്ത കേസിൽ എന്താ കേസ്?
തമിഴ്നാട് അസംബ്ലി പാസ്സാക്കി അയച്ച 10 ബില്ലുകൾ 5 കൊല്ലമായി അടയിരിക്കുകയാണ്. 2020 പാസ്സാക്കി അയച്ച 10 ബില്ലുകൾക്ക് മേൽ ഗവർണർ ആർ.എൻ. രവി ഒരു തീരുമാനം എടുത്തിട്ടില്ല. 2-3 ഓപ്ഷനല്ലേ ഉള്ളൂ. ഒന്നുകിൽ അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിക്കാം, ഒരു വഴി. രണ്ടാമത്തെ മാർഗം ഒപ്പിട്ട് തിരിച്ചയക്കാം. ഇനി ഒപ്പിടാതെ തിരിച്ചയച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കാം, അതും ചെയ്യാം. അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സമ്മതം ആവശ്യമുള്ളതിന് രാഷ്ട്രപതിക്ക് അയക്കാം. ഇങ്ങനെയൊക്കെയാണ് വഴി. പക്ഷേ ഇതൊന്നും ചെയ്യാതെ 5 കൊല്ലമായി അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടത്. സുപ്രീം കോടതിയിലെ രണ്ട് പ്രധാനപ്പെട്ട ജഡ്ജിമാരാണ് ആ വിധി പറഞ്ഞത്. ജസ്റ്റിസ് JB പർദിവാല ചരിത്രം കുറിച്ച് കഴിഞ്ഞു. ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടില്ല. ജസ്റ്റിസ് JB പർദിവാലയും അതുപോലെ തന്നെ ജസ്റ്റിസ് R മഹാദേവനും, ഈ 2 ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ചരിത്രപരമായ ആ വിധി പ്രഖ്യാപിച്ചത്. അവർ പറഞ്ഞു, ഗവർണർ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാകട്ടെ, രാഷ്ട്രപതിയാകട്ടെ, ഗവർണറായാലും പ്രസിഡൻ്റായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ സംസ്ഥാനത്തോ ദേശീയ തലത്തിലോ നിർമ്മിക്കുന്ന നിയമങ്ങളുടെ മേൽ നടപടിയെടുക്കാം. അവർക്ക് ആ നിയമങ്ങളിൽ ഒപ്പിടാതെ തിരിച്ചയക്കാം, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് അയക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ചെയ്യുന്നതിനൊരു സമയപരിധി വെക്കണം. അത് പുതിയ നിയമം കൊണ്ടുവരികയല്ല, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ മേൽ അല്ലെങ്കിൽ ഈ ലെജിസ്ലേച്ചറിൻ്റെ മേൽ ഇടപെടുകയൊന്നുമല്ല. അവർ ചെയ്ത കാര്യം ഇതാണ്. ഈ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ ഒരു അവ്യക്തത ബാക്കിയുണ്ട്. ആ അവ്യക്തത എന്താണ്? ഗവർണർമാർ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലിന്മേൽ ഗവർണർമാർ ഒപ്പിടേണ്ടത് എപ്പോഴാണ്? എത്രയും വേഗം, അറ്റ് ദി ഏർലിയസ്റ്റ് എന്ന് പറയില്ല, എത്രയും വേഗം ഒപ്പിട്ടയക്കണം എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. എത്രയും വേഗം എന്ന് പറഞ്ഞാൽ അത് 10 കൊല്ലം കഴിഞ്ഞിട്ടും ആകാമെന്ന് നമ്മൾ ഗവർണർമാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പോരല്ലോ. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി നമ്മുടെ സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് എത്രയും വേഗം എന്നതിന് ഭരണഘടന ഉണ്ടായ കാലത്ത് തന്നെ, 1947 കാലത്ത്, അത് അംഗീകരിക്കപ്പെട്ട 1950 ജനുവരി 26 മുമ്പ് തന്നെ ഒരു വിശദീകരണം വേണ്ടതായിരുന്നു. എത്രയും വേഗം എന്ന് പറഞ്ഞതിന് ഒരു സമയപരിധി വെക്കണം. എത്ര സമയപരിധി വേണം ഒരു ബില്ല് കിട്ടിയാൽ? ഒരു ഗവർണർക്ക്, ആവശ്യത്തിലേറെ സ്റ്റാഫും സൗകര്യമുള്ള ഒരു ഗവർണർക്ക് ആ ബില്ല് മുഴുവൻ കമ്പോട് കമ്പ് വായിച്ച് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദീകരണങ്ങളും നടത്താൻ, ചോദിക്കാനും അന്വേഷിക്കാനും പറയാനും, അതിലെന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ടോ, എന്തെങ്കിലും പൗരന്മാരുടെ താല്പര്യങ്ങൾക്ക്, മനുഷ്യാവകാശങ്ങൾക്ക് എതിരായിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ എത്ര സമയം വേണം? കൂടി വന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്ത് ആധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഗവർണർക്ക് കൂടി വന്നാൽ ഒരാഴ്ച പോട്ടെ, ഇനി 1 മാസം ധാരാളമല്ലേ? എന്നിട്ടും സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് ഗവർണർക്ക് 3 മാസം വരെ സമയമെടുക്കാം, അതിൽ കൂടുതൽ പ്ലീസ് അത് എടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ ഗവർണർക്ക്. അതായത് ഭരണഘടനയിലെ ഒരു അവ്യക്തത തീർക്കുക മാത്രമാണ്. ഭരണഘടനയിലെ ഒരു അവ്യക്തത പരിഹരിച്ച് ശരിയായ നയം, നിലപാട്, ശരിയായ നിയമം രാജ്യ താല്പര്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുക മാത്രമാണ് സുപ്രീം കോടതിയിലെ പർദിവാല വിധിയിലുള്ളത്. അതിലപ്പുറം ഒന്നുമില്ല, അത്രേ പറഞ്ഞുള്ളൂ. ഇനി ഒരു ബില്ല് 3 മാസത്തിനുള്ളിൽ തിരിച്ചയക്കണം. 3 മാസത്തിനുള്ളിൽ തിരിച്ചയച്ചിട്ട് അസംബ്ലി വീണ്ടും അതേ ബില്ലിലൊരു മാറ്റവും കൂടാതെ വീണ്ടും അയച്ചാൽ തിരിച്ച് 1 മാസത്തിനകം പാസ്സാക്കി അയക്കണം. രണ്ടാമതും അയച്ചാൽ അത് ഒരു കാരണവശാലും രാഷ്ട്രപതിക്ക് അയക്കേണ്ടതില്ല. ഇങ്ങനെയെല്ലാം വളരെ കൃത്യത വരുത്തിയ ഒരു നിയമമാണത്. ആ നിയമത്തെ വ്യാപകമായി സ്വാഗതം ചെയ്തതാണ്. നിയമവൃത്തങ്ങൾ സ്വാഗതം ചെയ്തു, രാഷ്ട്രീയ നിരീക്ഷകന്മാർ സ്വാഗതം ചെയ്തു, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്വാഗതം ചെയ്തു. BJP പോലും പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പീലായിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞോളാമെന്നാണ്. പക്ഷേ നമ്മുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സഹിക്കുന്നില്ല. ഇതിലാകെ എന്താ പറഞ്ഞത്? രാഷ്ട്രപതിക്ക് ഒരു ബില്ലിന്മേൽ ഒപ്പിടാനുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കാൻ ഇയാൾ ആര്? സുപ്രീം കോടതി ആര് എന്നാ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തിരിച്ചു ചോദിക്കാം? രാഷ്ട്രപതിയോട് പ്രിയപ്പെട്ട ആരാവട്ടെ, ഇപ്പോൾ നമ്മുടെ ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള ആരാവട്ടെ, രാഷ്ട്രപതി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരിയാണ്. അവരോട് മാഡം പ്ലീസ്, ഇതിന് അവർക്കറിയാമല്ലോ ബില്ല് ഒപ്പിട്ടയക്കാനുള്ളതാണ്, എത്രയും വേഗം അയച്ചാൽ അത്രയും നല്ലത്. പക്ഷേ രാഷ്ട്രപതിക്ക് ഒരു സമയപരിധി, പരമാവധി വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയപരിധി എന്ന് നിശ്ചയിച്ചാൽ അത് ഭരണഘടനയുള്ള പരിധിയാണ്, ഒരാൾക്കല്ല, വ്യക്തിക്കുള്ളതല്ല. 3 മാസത്തിനകം ഒപ്പിട്ടയക്കണമേ എന്ന് എളിമയോടെ അപേക്ഷിക്കുന്ന ഒരു കോടതി വിധി വന്നാൽ എന്താണ് അപകടം? അതെങ്ങനെയാണ് രാജ്യദ്രോഹമായിട്ട് കാണുന്നത്?
അതെങ്ങനെയാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളുടെ മീതെ കോടതിയുടെ ഒരു ഭരണം, ജുഡീഷ്യൽ ആക്ടിവിസം എങ്ങനെയാണ് പറയാൻ പറ്റുക? സൂപ്പർ പാർലമെൻ്റ് ആകുന്നത് എന്ന് വിളിക്കാൻ എങ്ങനെ പറ്റും? ന്യൂക്ലിയർ മിസൈലാണ്. ഏത് മിസൈല്? നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു സമയനിഷ്ഠ പാലിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇതിന് നമ്മുടെ ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസം രാജ്യസഭയിലെ മെമ്പർമാരുടെ ഒരു മീറ്റിങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പരിശോധിക്കണം, നമ്മുടെ ജുഡീഷ്യറി വന്ന് നമ്മുടെ പാർലമെൻറ്റിന് മീതെ അസംബ്ലികൾക്ക് മീതെ ഭരണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ജുഡീഷ്യറിയെ ഒരു കൊളീജിയം നിയമിക്കുന്നതാണ്. ശരിയാണ്, അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ജുഡീഷ്യറി രാഷ്ട്രീയ മുക്തമാകണം, പാർട്ടി മുക്തമാകണം, അങ്ങനെ ആകുമ്പോൾ ഇമ്പാർഷ്യൽ ആവണം, അതിൻ്റെ ഒരു കൊളീജിയമുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഈ ജുഡീഷ്യറി തെറ്റ് ചെയ്താൽ ആരോട് ചോദിക്കും? ആരാണ് കണക്ക് ചോദിക്കുക? അസംബ്ലിയോടും പാർലമെൻറ്റിലും അംഗങ്ങളായി വരുന്നവരോട്, ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോട്, പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിമാരോടും ഒക്കെ കണക്ക് തീർക്കാൻ ഇവിടെ ജനങ്ങളുണ്ടല്ലോ, അവർക്ക് അവരെ തോൽപ്പിക്കാനോ സാധിക്കുമല്ലോ. ജഡ്ജിമാർ നിശ്ചിത കാലാവധിക്ക് ആവശ്യമുള്ള യോഗ്യത പ്രകാരം നിയമിക്കപ്പെടുന്നവരാണ്. അവരുടെ കാലാവധിക്കാലത്ത് വന്ന വിധികളെ നിയമത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ പറ്റും. ആ വിധികളെ അതിന് മീതെയുള്ള കോടതിയിൽ അപ്പീലായിട്ട് പോകാൻ പറ്റും. അല്ലാതെ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തെറ്റുപറ്റുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കേണ്ടത് സുപ്രീം കോടതി അല്ലാതെ പിന്നെ ആരാണ്? കോടതി അല്ലാതെ ആരാണ്? ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. കോടതികളെ ആര് ചോദ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ചെയ്യുന്ന അനീതിയെ ആര് ചോദ്യം ചെയ്യും? കോടതി ഇല്ലെങ്കിൽ എവിടെയാണ് ഈ സാധാരണപ്പെട്ട സാധാരണക്കാരനായ പൗരൻ ആരോടാണ് പോയി പരാതിപ്പെടുക? ആ ചോദ്യം വളരെ പ്രധാനമല്ലേ? വളരെ വളരെ പ്രധാനമാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ജഗ്ദീപ് ധൻകർ ഈ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം, ഈ ചോദ്യം ഒരു പുതിയ പ്രവണതയുടെ ഭാഗമാണ്. നമ്മുടെ ജുഡീഷ്യറി ഇപ്പോഴെങ്കിലും അവശേഷിക്കുന്ന നീതിബോധം, രാജ്യത്ത് ജുഡീഷ്യറി നീതിബോധത്തോടുകൂടി പെരുമാറുമ്പോൾ ആ ജുഡീഷ്യറിയെ തകർക്കാനുള്ളൊരു നീക്കം, ജുഡീഷ്യറിക്കെതിരായി രാജ്യത്താകെ ബോധപൂർവമായ പ്രചാരണം നടത്താനുള്ള, കോടതികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്താൻ മാത്രമേ ജഗ്ദീപ് ധൻകർ തൊട്ട് എല്ലാ ഗവർണർമാരുടെയും എല്ലാ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെയും നീക്കങ്ങൾ ഉപകരിക്കൂ എന്ന് വേണം കരുതാൻ. ഈ നീക്കം തീർച്ചയായും രാജ്യത്തിന് ഗുണകരമായതാണെന്ന് പറയാനാവില്ല. രാജ്യത്തിലെ ജനജീവിതത്തിനും പൗരാവകാശങ്ങൾക്കും ദോഷകരമായി ബാധിക്കുന്ന പ്രസ്താവനകളാണ് ജഗ്ദീപ് ധൻകർ ഉൾപ്പെടെയുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ, പല ഗവർണർമാരുൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം.